അന്നമ്മോ, കഞ്ഞിമയ്ക്ക് നല്ല പശയുള്ള കതറൂട്ടുണ്ട്. ഒരാളിവിടെ നിൽക്കുന്നത് കണ്ടില്ലാന്നുണ്ടോ? ദേ പായ്പാടാ, ആ ശാന്തപ്പന്റെ കാര്യം ഓർത്ത് ഞാനിവിടെ BP കൂടി നിക്കുക. അല്ല, ഇനി താനായിട്ട് എന്റെ വാങ്ങണ്ട, കേട്ടല്ലോ? ഞാനൊരു തമാശ പറഞ്ഞുതരാം. അന്നമ്മയോ, എന്താ ഈ വഴിക്കൊക്കെ? കേറി വാ, ഇരിക്കും. സുഖമായിരിക്കുന്നു അമ്മേഷേ? ഓ, സുഖം തന്നെ. ചായ. അന്നമ്മ ചേച്ചി. ഓ ചാരുമോളെ, കല്യാണം കഴിഞ്ഞ എന്തൊക്കെയാ വിശേഷങ്ങള്? നല്ല വിശേഷം ചേച്ചി. മാമേ അന്നമ്മയ്ക്ക് കൊടുക്കുമ്പോളെ. ആ ചേച്ചി. അന്നമ്മ എന്താ ഇങ്ങോട്ടൊക്കെ? ഞാൻ ചാരുമോളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. മാഷിനറിയാലോ, ശാന്തപ്പൻ എന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. ചാരു അത് കുറച്ചായിട്ട് തരുന്നുണ്ടായിരുന്നു. ചാരുവിന്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ചാരുവിനോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ശാന്തപ്പനെ ഒന്ന് കാണാൻ പോയി. ഒരു മര്യാദയില്ലാതെയാ ശാന്തപ്പൻ എന്നോട് സംസാരിച്ചത്. എന്റെ സ്വഭാവം വെച്ച് ശാന്തപ്പൻ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടിയതാ. ചാരുവിനെ ആലോചിച്ചപ്പോ എനിക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല. കാശ് തരത്തില്ലെന്നാ ശാന്തപ്പൻ പറയുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചാരുവാ പറയേണ്ടത്. അപ്പ അതാണ് കാര്യം. എനിക്കറിയാൻ സംസാരിക്കാൻ. അന്നമ്മ ചേച്ചി ഇപ്പൊ പോയിക്കോ, ഞാൻ ഓഫീസിൽ വന്ന് കണ്ടോളാം. ശരി മോളെ. നീ ഓഫീസിൽ പോയിട്ട് എന്ത് പറയാനാ? അന്നമ്മേൽ ഞാൻ കാശ് വന്നോളാം. ശരി മാഷേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അന്നമോ, എന്താ ഇത്? വരിക, കാശ് ചോദിക്കുക, അങ്ങ് പോവുക. ശാന്തപ്പം വാങ്ങിയ കാശ് മാഷ് എന്തിനാ തരുന്നേ? ഹേമച്ചി, മാഷ് തരാമെന്ന് പറഞ്ഞത് കൊണ്ട്. ആണോ? മാഷ് തരാന്ന് പറഞ്ഞ അങ്ങ് വാങ്ങൂ. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. അന്നമ്മേ, കാശ് എന്റേതാ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത്. ഞാനത് ചാരുമാക്ക് വേണ്ടി കൊടുക്കും. അത് ചോദിക്കാൻ ഇവിടെ ആർക്കും അവകാശമില്ല. അവകാശം ഇല്ലെന്നോ? നിങ്ങള് കെട്ടിയ താലിയാ ഈ കിടക്കുന്നേ.